പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെയൊക്കെ വീടുകളിൽ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾ സ്കൂൾ മുതൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കാണണം. അല്ലാത്തവർ എല്ലാം കഴിഞ്ഞ് ഇനി കുട്ടികളോടൊന്നും പ്രതിബദ്ധത ഇല്ല, സാമൂഹിക പ്രതിബദ്ധത ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഏതായാലും പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷ നടന്നു. വടക്കേ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കണ്ട ഒരു വീഡിയോ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് കുട്ടികൾ വന്നപ്പോൾ 1 മിനിറ്റ് വൈകിപ്പോയി. ഈ നീറ്റ് പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് വൈകിക്കഴിഞ്ഞാലും അവിടെ പിന്നെ ഒന്നും ബയോമെട്രിക്സ് ആണ്, പിന്നെ കയറി പോകാൻ കഴിഞ്ഞു. 1 മിനിറ്റ് പോലും അത്രത്തോളം വാല്യൂ ഉള്ള സമയം. തമിഴ്നാട്ടിലെ ചിലയിടങ്ങളിലെങ്കിലും പോലീസുകാർ ഈ സെൻറ്റർ മാറിയെത്തിയപ്പോൾ പോലീസുകാർ അവരുടെ ജീപ്പിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമയത്തിന് മുമ്പ് മറ്റ് സെൻറ്ററിൽ എത്തിച്ച ചരിത്രവും വീഡിയോയിലൂടെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ നീറ്റ് പരീക്ഷ എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? അതുപോലെ എന്തിനാണ് നീറ്റ് പരീക്ഷ എന്നറിയോ? എന്തിനാണ് വിദ്യാഭ്യാസം എന്നറിയോ? എന്തിനാണ് പരീക്ഷ എന്നറിയോ? എന്തിനാണ് നമ്മൾ പഠിക്കണം എന്നറിയോ? അറിയണ്ടേ? നമ്മളതൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് നമ്മൾ പറയും. ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ രാപ്പകലില്ലാതെ ഉറക്കമിളച്ചെഴുതുന്ന പരീക്ഷ, പഠിച്ചിട്ട് എഴുതുന്ന പരീക്ഷ. പരീക്ഷകൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ അറിവിനെയും കഴിവിനെയും ഒക്കെ അളക്കാൻ എന്നാണ് നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതും എഴുതി വച്ചിരിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പരീക്ഷകൾ കുട്ടികളുടെ കഴിവിനെ അളക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അവരെ മാനസികമായി തളർത്താനും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇത് പറയാൻ കാരണം, ഈ നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത, അതായത് അവർ പഠിച്ച് 1-2 വർഷം പഠിച്ചിട്ട് ഇപ്പോൾ പരീക്ഷ എഴുതാനായി സമയം വൈകി എഴുതാൻ കഴിയാത്ത കുട്ടികൾ പലരും മാനസിക നില തകർന്നു പോയി. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന് ഇല്ലേ? അപ്പോൾ ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവർ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ, മാനസികമായി അവർ തകരണമെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം അവർക്കൊരു ഒരു മാനസിക പ്രയാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്തൊക്കെയോ അല്ലേ, ആവശ്യമില്ലാത്തതല്ലേ? മാനസികമായിട്ട് തളർത്താനും കൊന്നെടുക്കാനുമാണോ നമ്മൾ അവരെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഓരോ പരീക്ഷാകാലം വരുമ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാനായിട്ട് 2-3 മിനിറ്റ് വൈകിയതിൻ്റെ പേരിൽ ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് നെഞ്ചു പൊട്ടി കരയുന്ന കുഞ്ഞുങ്ങൾ, അധികൃതരുടെ കാല് പിടിച്ചിട്ടും ഇരന്നിട്ടും എങ്ങനെയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും ആ ഇരുമ്പ് കവാടങ്ങൾ പിന്നെ അവർക്ക് മുന്നിൽ തുറക്കപ്പെടാതെ പോകുമ്പോൾ അവരുടെ ലോകം അവിടെ അവസാനിക്കുകയാണ് എന്നവർ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക നില തെറ്റി താങ്ങാനാവാത്ത നിരാശയിൽ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ദാരുണമായ കാഴ്ചകൾ. അതാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ലോകം ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അഭ്യസ്തവിദ്യരായിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നു. ഇവിടെയും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ മാനസിക നില തകർന്ന കാഴ്ചകൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു പരീക്ഷയ്ക്ക് 1 മിനിറ്റ് വൈകിയാൽ തീരുന്നതാണോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിശ്വമായിട്ടുള്ള മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്? പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെച്ചതാരാ? തീർച്ചയായും അവരല്ല അത് സ്വയം തീരുമാനിച്ചെന്ന് ഉറപ്പാണ്. അവരെ ആ മാനസികാവസ്ഥയിൽ എത്തിച്ച ഈ ക്രൂരമായ ഒരു സമൂഹമുണ്ട്. ആ സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പോകുന്ന നമ്മുടെ രക്ഷാകർത്താക്കളുണ്ട്. ഇവരാണ് യഥാർത്ഥ കുറ്റക്കാരെന്ന് ഞാൻ പറയും. നമ്മൾ അടങ്ങുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന കപട അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരു പൊതുസമൂഹം, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരു പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയൊക്കെ ഭാരമാണ് അവരെ ഈ മരണക്കണിയിലേക്ക് തള്ളിവിടുന്നത്, അല്ലെങ്കിൽ അവരുടെ മാനസിക നില തകരുന്ന നിലയിലേക്ക് തള്ളിവിടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. നമ്മൾ അവരോട് പറയുന്നത്, മാർക്കില്ലെങ്കിൽ നീ ഒന്നുമല്ല എന്നാണ്, റാങ്ക് ഇല്ലെങ്കിൽ നിനക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്നാണ്. എത്ര വിനാശകരമായിട്ടുള്ള, എത്ര അധപ്പതിച്ച ചിന്താഗതിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. ഇവിടെ ലക്ഷ്യബോധമുള്ള ഒരു കുട്ടിക്ക് ഒരു പരീക്ഷ എഴുതണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, മതിയായ യാത്രാ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിരാവിലെ തന്നെ പുറപ്പെട്ടു, സമയത്തിന് മുമ്പേ തന്നെ പുറപ്പെട്ടു. ഒരുപക്ഷെ ട്രാഫിക് ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ കൊണ്ട് വഴി മുടങ്ങില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും തലേ ദിവസം ഒന്ന് പുറപ്പെടണം, ആ ഒരു പ്രാധാന്യം കൊടുക്കണം. അത് ചെയ്യൂല. നമ്മൾ രാവിലെ അങ്ങ് ഇറങ്ങും, ഉച്ചയും തിരിഞ്ഞ് ഉരും തിരിഞ്ഞ് ഇറങ്ങുന്നത് പോലെ അങ്ങോട്ട് ഇറങ്ങും, ഇല്ലേ? എത്തും, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വണ്ടി കിട്ടും എന്നൊക്കെ. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ കിടക്കും. വന്ദേ ഭാരത് പോലും വൈകി ഓടുന്ന കാലമാണ്. സ്വാഭാവികമായിട്ടും
നമ്മളത് കാണണ്ടേ? കുറച്ച് നേരത്തെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തലേ ദിവസം അവിടെ വന്ന് എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് താമസം വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം അത്രത്തോളം പ്രിപ്പയർ ആയവർ വരുമ്പോൾ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. സമയം വൈകിയെന്നുണ്ടെങ്കിൽ അത് അവരുടെ എന്താ പറയുക, അവരുണ്ടാക്കി വെച്ച ഒരു ഭിന്ന തന്നെയാണ്. അല്ലാതെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, അച്ചടക്കമാണ് അവിടെ വേണ്ടത്. അതിനെ ആരും തെറ്റു പറയുമില്ല. എന്നാൽ മനുഷ്യനാണ്. വഴിയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിലോ, അപ്രതീക്ഷിതമായിട്ട് ഒരു വണ്ടി കേടായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ 1 മിനിറ്റ് വൈകിപ്പോയാൽ അവിടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്, അല്ലെങ്കിൽ ഒരു മണ്ടത്തരമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അതൊരു ലോകാവസാനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ലോകം അവിടെ തീരുന്നില്ല. അടുത്തൊരവസരത്തിൽ നമുക്ക് കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ ശ്രമിച്ച് ജീവിക്കുകയല്ലേ വേണ്ടത്. പരാജയപ്പെട്ടു എന്ന് തോന്നിടത്ത് നിന്നാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്? എന്താ നമ്മൾ ഈ പരാജയത്തെക്കുറിച്ച്, വിജയത്തിന്റെ കഥകൾ മാത്രം പറയുന്നവർക്ക് പരാജയത്തിന്റെ രുചി ഒന്ന് മനസ്സിലാക്കി കൊടുക്കാത്തത്? അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? നമ്മുടെ കുട്ടികളെ വെറും യന്ത്രങ്ങളെ പോലെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങോട്ടൊക്കെയോ കണ്ണുമടച്ച് ഓടിക്കുകയാണ്. ചാവി കൊടുത്ത് പാവ ഓടുന്നത് പോലെ അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുക. അയൽപക്കത്തെ കുട്ടി ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുമ്പോൾ എൻ്റെ കുട്ടിയും അത് തന്നെ ആകണമെന്ന മാതാപിതാക്കളുടെ ഒരു അന്ധമായ ഒരു വാശിയുണ്ട്. ആ വാശിക്ക്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിന് താല്പര്യമുണ്ടോ, അതിനുള്ള കഴിവുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതാണോ താല്പര്യം, മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഓരോ വ്യക്തിക്കും ഓരോ മേഖലകളാണ് ജന്മം കൊണ്ട് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഓരോ വ്യക്തിക്കും ഓരോരോ മേഖലകളാണ്. ഓരോരോ മേഖലയിൽ ജോലി ചെയ്യണമെന്നാണ് ജന്മം കൊണ്ട് പ്രകൃതി തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രകൃതിയുടെ മാറ്റാനാവാത്ത നിയമമാണ്. ഒരു മരം പൂക്കുന്നത് തന്നെ അതിന്റെ രീതിയിലാണ്, മറ്റൊരു മരം കായ്ക്കുന്നത് വേറൊരു രീതിയിലാണ്. എല്ലാ പൂക്കളും റോസാപ്പൂക്കളാകണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ചിന്തിക്കണം. എല്ലാ കാലവും പണക്കാരനും പാവപ്പെട്ടവനും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, കറുത്തവനും വെളുത്തവനും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും. അത് അങ്ങനെ തന്നെ ഉണ്ടാകണം താനും. എങ്കിൽ മാത്രമേ ഈ ലോകം ഇവിടെ നിലനിൽക്കുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതി അങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. ഇവിടെ കർഷകരില്ല, എല്ലാവരും കോടീശ്വരന്മാരാണെന്നുണ്ടെങ്കിൽ എന്തെടുത്ത് തിന്നുകൊണ്ട് കിടക്കുമെന്നാ പറയണേ. അതുകൊണ്ട് സിസ്റ്റം ആ രീതിയിൽ തന്നെ നീങ്ങും. പ്രകൃതിയുടെ പണിയെടുക്കും. നമ്മൾ അതിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു നിയമത്തിന് വിരുദ്ധമായിട്ട് പോകുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെയാ മുന്നോട്ട് പോവുക? വയലിൽ പണിയെടുക്കാനും, കടയിൽ കച്ചവടം ചെയ്യാനും, നാട് വൃത്തിയാക്കാനും, കെട്ടിടങ്ങൾ പണിയാനും ഒക്കെ ആളുകൾ വേണ്ടേ? ആ ജോലിക്കൊന്നും എന്താ അന്തസ്സില്ലേ? ഒരു അന്തസ്സും ഇല്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇന്ന് 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞിട്ട് വലിയ സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലേന്തിയിട്ട് പുറത്തിറങ്ങുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും താൻ ആരാണ്, തൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, തൻ്റെ കഴിവെന്താണ്, തൻ്റെ ഉള്ളിലെ കഴിവുകൾ എന്താണ്, ഏത് മേഖലയിലാണ് ഞാൻ പോകേണ്ടത്, ഏതൊക്കെ തൊഴിലുകളാണ് എനിക്ക് സന്തോഷത്തോടെ എടുക്കാൻ കഴിയുന്നത്, ഏതൊക്കെയാണ് എനിക്ക് സ്ട്രെസ് തരുന്നത്, അങ്ങനെ ഇതൊക്കെ അറിയോ? ഇതറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയും? എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് കരിയർ ഗൈഡൻസ് പറഞ്ഞ് പാഞ്ഞു നടക്കുകയാണ്. അടുത്തത് ഇത്ര മാർക്കുണ്ട്, അടുത്ത ഏത് കോളേജിൽ ചേരണം, ഏത് കോഴ്സ് എടുക്കണം, മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. അവൻ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അവൻ അറിയില്ല. 12 കൊല്ലം പഠിച്ചിട്ടും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 കൊല്ലം അവനെ വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ടും അവന്റെ കഴിവുകൾ അല്ലെങ്കിൽ അവന്റെ മാർഗം അത് കണ്ടെത്താൻ അവനെ സഹായിക്കുന്ന സിലബസ് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണ് അതിന് തെറ്റുകാരി? എന്തുകൊണ്ടാണ് അവർക്കത് തിരിച്ചറിയാൻ കഴിയാത്തത്? കാരണം നമ്മുടെ വിദ്യാഭ്യാസം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുമ്പ് ആരൊക്കെയോ എഴുതി വെച്ചത്, അല്ലെങ്കിൽ ആരൊക്കെയോ കണ്ടെത്തിയത് അത് മാത്രം ഇരട്ടത്തിരുന്ന് കാണാതെ പഠിച്ച് പരീക്ഷാ പേപ്പറിൽ പോയി ഛർദ്ദിക്കാനാണ്. അല്ലാതെ എന്താണ്? മാർക്കും സർട്ടിഫിക്കറ്റ് റാങ്കും മാത്രമാണ് ജീവിതമെന്ന് നമ്മൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് പേപ്പർ അതില്ല എന്നുണ്ടെങ്കിൽ ജീവിതമേ ഇല്ലത്രേ. വിദ്യാഭ്യാസം വന്നാൽ കേവലം കുറെ സർട്ടിഫിക്കറ്റുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക മാത്രമല്ല, ഓരോരുത്തരുടെയും ഉള്ളിലെ യഥാർത്ഥ വഴിയും സഹജമായിട്ടുള്ള ഒരു കഴിവും കണ്ടെത്തലാണ്. അതുകൂടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കൂടി ആയിരിക്കണം വിദ്യാഭ്യാസം. വലിയ വലിയ വിദ്യാലയങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റുകൾ, ശമ്പളം വാങ്ങുന്ന ലക്ഷക്കണക്കിന് അധ്യാപകർ, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന അധ്യാപകരൊക്കെ ഇവരൊക്കെ നിലകൊള്ളുന്നുണ്ട്. നിർഭാഗ്യവശാൽ കാണാതെ പഠിക്കുന്ന വിദ്യ മാത്രം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ വന്നിട്ടും അവരിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ എവിടെയും എത്താതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശരായി വഴിമുട്ടി നിൽക്കുന്നത്. എത്ര ഉന്നത സർട്ടിഫിക്കറ്റ് ഉള്ളവർ, എത്ര വലിയ വലിയ എന്താ പറയാ
സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി വരാൻ ഒരു പണിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതേസമയം നമ്മൾ പലപ്പോഴും കാണാറില്ലേ, യാതൊരുവിധ ഒരു ഉയർന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റസിനൊത്ത ആ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാത്ത, ഡിഗ്രിയോ PhD ഒന്നുമില്ലാത്ത എത്രയോ മനുഷ്യർ അവർ തൻ്റെ ഉള്ളിലെ കഴിവിനെ അല്ലെങ്കിൽ അവരുടെ ആ വഴിയെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് ബിസിനസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആ ബുദ്ധിയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ഈ സമൂഹത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലും അവരുടെ ഉപജീവന മാർഗവും നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് എന്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ഉള്ളത്? വലിയ വലിയ സർട്ടിഫിക്കറ്റുകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവരുടെ മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്നത് നമ്മൾ കാണാറില്ലേ? ഇതൊരു വലിയ യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റ് അല്ല ജീവിതം വിജയിപ്പിക്കുന്നത്, മറിച്ച് പ്രായോഗികതയും ബുദ്ധിയും ജീവിക്കാനുള്ള നെഞ്ചുറപ്പുമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതമാർഗം. അതല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കേണ്ട യഥാർത്ഥ ലക്ഷ്യം അത് കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ചില വഴികളുണ്ട്. ഒന്നാമതായി അതിന് വേണ്ടത് സ്വയം വിലയിരുത്തലാണ്. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നതല്ല, തൻ്റെ ഉള്ളിലെ ശബ്ദം അല്ലെങ്കിൽ തനിക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം, എന്ത് ചെയ്യുമ്പോഴാണ് തനിക്ക് മാനസികമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷവും ഒക്കെ കിട്ടുന്നത്. ഇതൊക്കെ ഓരോ കുട്ടിയും സ്വയം ചോദിക്കണം, അല്ലെങ്കിൽ ചോദിക്കാൻ പ്രാപ്തി വരുത്തണം. നമുക്ക് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ കല, കായികം, കച്ചവടം, രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, ഇങ്ങനെ ഒട്ടനവധി മേഖലകളുണ്ട്. ആ മേഖലകളൊക്കെ പരീക്ഷിക്കുകയും അവയിൽ ധൈര്യപൂർവ്വം ഇടപെടുകയും ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്കൂളുകളിൽ കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, മറ്റ് ആർട്സ്, സ്പോർട്സ് എന്തെല്ലാം വെക്കുന്നുണ്ട്? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഈ കുട്ടികൾക്ക് ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്തോ കുറെ പാട്ട് മത്സരങ്ങൾ വെക്കുന്നു, ആരൊക്കെയോ പേര് കൊടുക്കുന്നു, ആരൊക്കെയോ അത് പാടുന്നു, ജയിക്കുന്നു, പാടാത്തവരും മത്സരിക്കുന്നു. ചിലർക്ക് ഓടുന്നു, ചിലർക്ക് ചാടുന്നു, മറ്റു ചിലർക്ക് ഉപന്യാസം എഴുതുന്നു, ചിലർക്ക് ചിത്രം വരയ്ക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഏതൊക്കെ വിഭാഗത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്നോ അവരെ ആ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണെന്നോ എത്ര പേർക്കറിയും? ഇതൊന്നും അറിയില്ല. വെറും ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ടാണ് കലാമത്സരങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ യുവജനോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ട്രോഫി കിട്ടിയില്ല, A ഗ്രേഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്നത് ഇല്ലേ? രക്ഷിതാക്കളല്ലേ തല്ലുകൂടുന്നത് നമ്മൾ കാണുന്നത്. ജീവിതത്തിന്റെ വിവിധ മേഖലകളുണ്ട്. ആ വിവിധ മേഖലകളിൽ നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു പോകേണ്ടവരാ. അതുകൊണ്ട് എല്ലാ മേഖലയും നമ്മളിൽ പരീക്ഷിക്കുകയും അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇടപെടുകയും ധൈര്യപൂർവ്വം ഇടപെടുകയും ചെയ്യണം. ജീവിതാനുഭവങ്ങളിലൂടെ മാത്രമേ നമ്മുടെ ഒരു യഥാർത്ഥ താല്പര്യം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ശാസ്ത്രീയമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹജമായിട്ടുള്ള അഭിരുചി കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് രീതികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ അതിനപ്പുറം പേഴ്സണാലിറ്റി അനാലിസിസ്, ഇമോഷണൽ മാനേജ്മെന്റ് തുടങ്ങിയ മറ്റു ചില സംഭവങ്ങളുണ്ട്. ഇതില്ല. ഞാൻ ഈ പറഞ്ഞ ഈ രണ്ടെണ്ണം ഇല്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ആരാ? എൻ്റെ സ്വഭാവം എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറവ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഓടാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ കഴിയുന്നത്? അവനെന്താ പാട്ടിന് ഒരു ഈണവും ശ്രുതിയും വരാത്തത് എന്താ? ഇത് തിരിച്ചറിയണ്ടേ? അപ്പൊ ഞാനാര്? പേഴ്സണാലിറ്റി അനാലിസിസ്. എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ വെക്കും. അതും പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇമോഷൻ പഠിക്കണ്ടേ? അതൊക്കെ വേണം. അതൊക്കെ ചേരുമ്പോഴാണ് വിദ്യാഭ്യാസം ആവുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാർക്ക് കിട്ടി, ഇത്ര ഇന്ന കോളേജിൽ ചേർന്നോ, എന്നിട്ട് ഇന്ന ഡിഗ്രി എടുത്തോ, എന്നാൽ ഇന്ന സ്ഥലത്ത് ഇത്ര രൂപയ്ക്ക് ശമ്പളത്തിന് കയറാമെന്നാണ്. അവന് പാട്ട് പാടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവന് ഡാൻസ് കളിക്കാനാണ് താല്പര്യമെങ്കിലോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനാണോ അവന് താല്പര്യം എന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഓടാനാണോ താല്പര്യം എന്നുണ്ടെങ്കിലോ, കയാക്കിനാണെങ്കിലോ, മനസ്സിലായില്ലേ? അപ്പൊ ഏതാണ് അവന്റെ മാർഗം എന്ന് കണ്ടെത്താൻ എന്താ ഇവിടെ ടെസ്റ്റ് ഉണ്ടോ? ഇല്ല. ആ ടെസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, ആ ഭാഗത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇവിടെ ഇതെല്ലാം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് മനസ്സിലാക്കണം. പരാജയങ്ങളെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മക്കളുടെ മനസ്സിനെ, വിദ്യാർത്ഥികളുടെ മനസ്സിനെ ശീലിപ്പിക്കണം. തോൽവികൾ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല, മറിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള മറ്റൊരു വഴിയിലേക്കുള്ള ഒരു വാതില്. ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ, ഒരു കച്ചവടം തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് പറ്റുന്ന മറ്റൊരു കച്ചവടം അല്ലെങ്കിൽ മറ്റൊരു മാർഗം നമ്മൾ നോക്കും, ഇല്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ മാർക്ക് വാങ്ങുന്ന യന്ത്രങ്ങളാക്കരുത് നിങ്ങൾ. ഒരു പരീക്ഷയും ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കാൾ വലുതല്ല. ഒരു കടലാസ് സർട്ടിഫിക്കറ്റിനും ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയില്ല. കുട്ടികൾക്ക് നമ്മൾ വാരിക്കോരി നൽകേണ്ടത് മാർക്കല്ല, മറിച്ച് പ്രതിസന്ധികളെയും തകർച്ചകളെയും പുഞ്ചിരിയോടെ അതിജീവിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ നേരിട്ട് അതിജീവിക്കാനുള്ള മാനസികമായിട്ടുള്ള കരുത്താണ്. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, ഇനി എഴുതിയ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയാലും ഈ ലോകത്ത് തലയുയർത്തി അന്തസ്സോടെ ജീവിക്കാൻ 1000 വഴികളുണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ
നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. തോൽവികളിൽ നിന്ന് തളരാതെ സ്വന്തം വഴി സ്വയം വെട്ടിത്തുറന്ന് മുന്നേറുന്നവനെ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. വേറെ ആരും വിജയിച്ചിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഏതോ ഒരു പന്തുകളി ടീം, ബ്രസീലാണെന്ന് തോന്നുന്നു, അത് തോറ്റപ്പോഴത്തേക്ക് ഒരുത്തിന് പ്രഷർ കയറിയിട്ട് അന്ന് ആകെ പ്രശ്നമായി. അതിനുശേഷം എത്രയോ വർഷങ്ങളായിട്ട് ശയ്യാവലംബിയായിട്ട് കിടക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ അങ്ങനെ പോകുന്നത്? ഒരു പരീക്ഷയും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടെസ്റ്റുമൊന്നും അല്ല നമ്മുടെ ജീവിതത്തെ അളക്കുന്നത്. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ സഹായിക്കാം, എനിക്ക് കഴിയാവുന്നതൊക്കെ ഞാൻ സഹായിക്കാം, ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഏതായാലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മക്കള്, ആരുടെ മക്കളായാലും ഈ മക്കള് നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ട പൗരന്മാരാ. അവർ നശിച്ചു പോകുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. Different angles. Don't forget to subscribe and support this channel.